നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ശനി മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മീനക്കൂറ് പൂരോരുട്ടാതിയുടെ അവസാന കാൽഭാഗവും ഉത്തരട്ടാതിയും രേവതിയും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുണ്ടാവുക. മീനക്കൂറുകാർക്ക് ശനി ജന്മത്തിലേക്ക് മാറുകയാണ്. പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ 7.5 ശനി കാലഘട്ടമാണ്. അപ്രധാനമായ കാര്യങ്ങളിൽ ഇടപെട്ടാൽ അപകീർത്തി ഉണ്ടാകും. മുൻകോപം ഒഴിവാക്കണം. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വന്നേക്കാം. ആരെയും അമിതമായി വിശ്വസിക്കരുത്. വിശാലമായ ചിന്താഗതികൾ പുലർത്തുന്ന നിലപാടുകൾ പ്രശംസിക്കപ്പെടുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഫലപ്രദമായി നടപ്പിലാക്കാൻ നന്നായി ശ്രമിക്കുക. ഉന്നതതല ബന്ധം ഗുണം ചെയ്യുന്നതായിരിക്കും. ഒഴിവ് സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം. അപകീർത്തി ഉണ്ടാകുന്ന പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കണം. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളുക. അതിലൂടെ തന്നെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. ആധ്യാത്മികമായോ ആത്മീയമായ ജ്ഞാനത്തിൻ്റെ വൈരാഗ്യ ബുദ്ധി ഉപേക്ഷിക്കുന്നതും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. 7.5 ശനി പൊതുവെ സമയം നന്നല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. നമുക്ക് ദേഹപരമായിട്ടും അതേപോലെ തന്നെ ജന്മത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദേഹസ്യ സൗഷ്ടം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു എനർജറ്റിക് കമ്മിയായിട്ടുണ്ടാവുക, ശക്തി ദേഹത്തിൽ നിന്ന് വിട്ടുപോയ പോലെ തോന്നുക, പല അസുഖങ്ങളോ അല്ലെങ്കിൽ അലർജികളോ നമുക്ക് ഉണ്ടാകുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തു നിന്നും അന്യരുമായുമുള്ള ബന്ധങ്ങളെല്ലാം ഒഴിവാക്കുക. ചതി വഞ്ചനകൾ കൂടെ നിൽക്കുന്നവരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നതായിരിക്കും. സന്താനങ്ങളുടെ പഠനത്തിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം പോലെ അവർക്കതിലൊരു വിജയം കാഴ്ചവെക്കാൻ കഴിയാത്തൊരവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യരുമായോ അല്ലെങ്കിൽ പ്രണയങ്ങളെല്ലാം അപകീർത്തിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും. നാട് വിട്ടുപോകേണ്ട അവസ്ഥ വരെ ഉണ്ടാവാം എന്നാണ് പറയുക. ദാമ്പത്യത്തിനും ഇതേപോലെ തന്നെ സംശയരോഗങ്ങൾക്ക് ഇടവരാം. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കും എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു 7.5 ശനി കാലഘട്ടം വളരെ ദോഷമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുലദൈവത്തെ നിത്യവും പൂജിക്കുകയും ദീപം കൊളുത്തി പ്രാർത്ഥിക്കുകയും 2 നേരങ്ങൾ സന്ധ്യാസമയങ്ങളിൽ രാവിലെയും ദീപം കൊളുത്തി പ്രാർത്ഥിക്കുകയും നമസ്കാരങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ, നാമജപ കീർത്തനങ്ങൾ ചെയ്യുന്നതും ദോഷകാഠിന്യത്തെ കുറയ്ക്കും എന്നുള്ളതാണ് പറയുക. ശനീശ്വര ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ശനിയാഴ്ച ദിവസം വ്രതം നോറ്റി ശനീശ്വര മന്ത്രം ജപിക്കുക. കാക്കയ്ക്ക് എള്ളും പച്ചരി ചോറും കൊടുക്കുക. വികലാംഗർ അല്ലെങ്കിൽ വയോധികർ രോഗികൾ വരെ സഹായിക്കാൻ ശ്രമിക്കുക. ശാസ്താക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. കാലഭൈരവ ക്ഷേത്ര ദർശനം ഇവ ചെയ്യുക. കരിക്കാഭിഷേകം ചെയ്യുന്നതും ശനി ദുരിതശാന്തിക്കും ആരോഗ്യവർദ്ധനവിനും ഉത്തമമാണ് എന്ന് പറയുന്നു. ശാസ്താവിന് നെയ്യാഭിഷേകമോ ദീപമോ പുഷ്പാഞ്ജലി അതേപോലെ തന്നെ ചെയ്യുന്നതും പാപശാന്തിക്ക് ഉത്തമമാണ് എന്ന് പറയുന്നു. ഭസ്മാഭിഷേകം ചെയ്യുന്നത് വിദ്യാവിജയത്തിന് വളരെ നല്ലതാണ് എന്ന് പറയുന്നു. നന്ദി.